ബ്രെഡും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റിയുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമാട്ടോ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. നമുക്കിപ്പോൾ ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് പാലാട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നോൺ സ്റ്റിക്കിന്റെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ല കുറച്ച് മിൽക്ക് മെയ്ഡും അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി നേരെ അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ പാൽ അവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കട്ടകളൊന്നുമില്ലാതെ റെഡിയാക്കി കൂടി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ ആട്ടോ എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വേറെ ഫ്ലേവറിനേക്കാളും എപ്പോഴും നല്ലത് വാനില ഫ്ലേവർ തന്നെയായിരിക്കും. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. പാലൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും തിളച്ച് നല്ലോണം തന്നെ ഒന്നും കൂടി കുറുക്കി വരട്ടെ. പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അലന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ ഫ്രഷ് ക്രീം ഒരു 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമുലിന്റെ ഫ്രഷ് ക്രീം ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ അത്ര മാത്രം മതി. ഇനിയിപ്പോൾ ശരിക്കും ഒന്നും കൂടെ തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കസ്റ്റാർഡ് പൗഡർ മിക്സും കൂടി നമ്മുടെ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ലോണം തന്നെ ഒന്നും കൂടി കുറുകി വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാലിന് 2 അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അത്രയും മതി. കണ്ടതാ ശരിക്കും ഒന്നും കൂടി ചൂടായി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ. ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡറും അതേപോലെ തന്നെ പാലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് മതി. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ ഒന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ പാലിന്റെ മിക്സ് അവിടെ തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന ബ്രെഡ് മുഴുവൻ സൈഡൊക്കെ കട്ട് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ബ്രെഡിന്റെ സൈഡ് കളയാതെ മിക്സിയുടെ ജാറിൽ ഒന്നും കൂടെ അടിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വേറെ ഏതെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇതേപോലത്തെ വൈറ്റ് ബ്രെഡ് ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ബ്രെഡിന്റെ സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കളയാം നമുക്ക്. എല്ലാ ബ്രെഡിന്റെ സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ബ്രെഡ് ഇതേപോലെ 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വലിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാനിവിടെ 4 ആക്കി കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചെറിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ആയിട്ട് മാത്രം കട്ട് ചെയ്താൽ മാത്രം മതി. ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. തീരെ അങ്ങോട്ട് പൊടിയായി കട്ട് ചെയ്തരുത്. ഈ ഒരു വലുപ്പത്തിലെങ്കിലും കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. എടുത്തിരിക്കുന്ന എല്ലാ ബ്രെഡും ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മൾ എടുത്തിരിക്കുന്ന 7 ബ്രെഡും ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് ആയതുകൊണ്ടാണ് ഒരു പ്ലേറ്റ് നിറയെ തന്നെ നമുക്ക് കിട്ടിയത് കേട്ടോ. ചെറിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എണ്ണത്തിൽ ഒന്ന് വ്യത്യാസം വരുത്തുക. അപ്പോൾ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തും കൂടി എടുക്കണേ. ഫ്രൈ ചെയ്ത് ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ ആട്ടോ നമ്മൾ എടുക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളൂ. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ. കണ്ടതാ ഇതേപോലെ ഒരു വശമൊക്കെ നന്നായിട്ട് റെഡിയായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം കളറൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ നല്ലോണം തന്നെ ചേഞ്ച് ആവും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കളർ മാത്രം മതി. പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലും അതേപോലെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലും വെക്കരുത്. കണ്ടോ കളറൊക്കെ പതുക്കെ ഒന്നുകൂടെ മാറി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കോരിയെടുക്കുക. അടുത്ത ബാച്ച് ബ്രെഡും ഇതേപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ റസ്കിന്റെ ഒക്കെ ആ ഒരു കളർ ഉണ്ടല്ലോ അത് മാത്രം മതി. ഒരു പ്ലേറ്റ് ബ്രെഡ് നിറയെ നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതിന്റെ മേളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിന്റെയും പാലിന്റെയും മിക്സ് ഉണ്ടല്ലോ അതങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് വലിയ ചൂടൊക്കെ മാറി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്, ചെറിയൊരു ചൂടുണ്ട്, അത്രയും മതി. നമ്മളിപ്പോൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് 2 പ്ലേറ്റിലേക്കൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം തണുത്ത് വന്നിരിക്കുന്ന പാലിന്റെയും കസ്റ്റാർഡ് പൗഡറിന്റെയും മിക്സ് ഉണ്ടല്ലോ അത് ഓരോ പ്ലേറ്റിലും ബ്രെഡിന്റെ മേളിലേക്ക് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാലിന്റെ മിക്സ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തതിന് ശേഷം മേളിൽ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. രണ്ടാമത്തെ പ്ലേറ്റിന്റെ മേളിലേക്കും ഇതേപോലെ പാലിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ് റെസിപ്പി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ പാലും അതേപോലെ തന്നെ ബ്രെഡും ഒക്കെ നല്ലോണം തന്നെ ഒന്നും കൂടെ കുതിർന്ന് ശരിക്കും ഒന്നും കൂടെ സെറ്റായി വരണം. അപ്പോൾ കണ്ടല്ലോ, എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളിയുള്ള സ്വീറ്റ് റെസിപ്പി തന്നെയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മാത്രമല്ല ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. ഇതേപോലെ ബ്രെഡും പാലും ഒക്കെ നല്ലോണം തന്നെ കുതിർന്ന് ശരിക്കും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.